എക്സ്ക്യൂസ് മീ സർ, അഡ്വക്കേറ്റ് സത്യ വന്നിട്ടുണ്ട്. എവിടെ? അവിടെയാണ് സർ. ഓ ആ ആ എന്നാ. താങ്ക് യു സർ. ഓ എക്സ്ക്യൂസ് മീ, യെസ്. അഡ്വക്കേറ്റ് സത്യ? അതെ. ഐ മിസ്റ്റർ രാമേഷൻ. ഹലോ. ബിൽഡറാ? ആ ഹലോ. ആ ഒരു കാര്യം പേഴ്സണൽ. യാ പ്ലീസ്. അതെ. ഡാ ഞാനിപ്പോൾ വരാം. ശരി. ഹലോ. Hi. വാട്ട്സ് യുവർ ഡ്രിങ്ക്? Whiskey. Why? I have a full bottle of scotch. You want to come with me? Okay. അത് തന്നെയല്ല ഞാനും ചോദിച്ചുള്ളൂ. കേസ് രജിസ്റ്റർ ആവാൻ നോക്കിയാൽ മതി. ഓ. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഞാൻ രാവിലെ സാറിൻ്റെ ഓഫീസിലോട്ട് വരാം. ഇല്ല വേണ്ട, എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് സാറിൻ്റെ വീട്. രാവിലെ അവിടെ വെച്ച് കാണാം. ഓ വലിയ ഉപകാരം. ശരി ശരി. ഓ ആ ഡാ ഞാൻ ഇറങ്ങാം. രാവിലെ ആ കക്ഷിയെ കാണണം. ആ മുൻസിഫ് കോർട്ടിലെ കേസ് നീ ഹാൻഡിൽ ചെയ്താൽ മതി. തവണ എന്താ കേസ്? കൊലപാതകം, മോഷണം, അതോ പീഡനോ? സൂയിസൈഡ്. താങ്ക്സ്. മിസ്സിസ ലത. ഓ ഫൈനലി. You are like an hour late, dude. മിണ്ടാരടാ. ഇതാ മകൻ. ആ ഡോക്ടർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് എൻ്റെ അളിയന് ചാർജുള്ള പോലീസ് സ്റ്റേഷനില്ല. അവൻ അപ്പം തന്നെ കാര്യം വിളിച്ച് പറഞ്ഞു അവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഡോക്ടർ ആളെങ്ങനെയാ? കൊടുക്കാനുള്ളത് കൊടുത്തപ്പോൾ ആൾ നമ്മുടെ സൈഡായി. പക്ഷെ അതല്ല പ്രശ്നം, ആ വീട്ടുകാരാ. അവളുടെ തന്ത ഭയങ്കര ചൂടില. സംസാരിക്കാൻ ചെന്നപ്പോൾ അയാൾ എൻ്റെ നേരെ ചാടിക്കൊണ്ട് വന്നു. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കാല് പിടിച്ചു നോക്കി. കുറേ നാണം കെട്ടത് മിച്ചം. എന്നെ ചെയ്യാനാ, ഇതുപോലൊരുത്തരുണ്ടായി പോയില്ലേ. അതുണ്ടാക്കുമ്പോൾ അലക്കണം. എന്താടാ പറഞ്ഞേ? ഒന്നുകൂടെ പറയടാ. കൊഞ്ചിച്ച് വഷളാക്കി. ഇപ്പത്തെ കണ്ടില്ലേ, മോൻ വളർന്നപ്പോ ഒന്നാന്തരം ഒരു പെണ്ണുപിടിയനായില്ലേ. അതിനും വേണം ഭാഗ്യം. ദാ, ഈ കോളേജിൽ പോകാനും പെണ്ണുങ്ങളായി കറങ്ങാനൊക്കെ ഒരു യോഗം വേണം. അത് ഈ 10ാം ക്ലാസ് പാസ്സാകത്തവർക്ക് മനസ്സിലാവില്ല. അതേടാ, ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷെ നിന്റെ പ്രായത്തിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ നീ ഇപ്പൊ തൂർത്തടിച്ച് കളയുന്നത്. അധികം വാചോടിച്ചാവട്ടല്ലോ, അടിച്ചു. പിന്നെ എന്റെ കൈ മാങ്ങ ഉറക്കാൻ പോകില്ലേ? എന്താടാ പറഞ്ഞ? സാറൊന്നും പറഞ്ഞല്ല. കഴിഞ്ഞോ? ആ, കോമ്പൻസേഷൻ എത്ര കൊടുക്കാന്നാ പറഞ്ഞത്? 25 ലക്ഷം. ഒരച്ഛൻ്റെ അടുത്ത് മകളുടെ മാനത്തിൻ്റെ വിലയാണ് നമ്മൾ പറയുന്നത്. എമൗണ്ട് വലുതായാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ഹ്യൂജ്. മിനിമം 1 കോടി. അത്രയെങ്കിലും വേണം ഒരച്ഛൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കാൻ. അപ്പൊ സാറിന്റെ ഫീസ്? കോമ്പൻസേഷൻ്റെ 20%, 20 ലക്ഷം. ഓക്കെ. ഡിഡ് യു ടു ഹാവ് സെക്സ്? വാട്ട്? നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന്. യാ, കപ്പിൾ ഓഫ് ടൈംസ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു യോഗ. ഡീറ്റെയിൽ പറയണോ? ഓ, അതെല്ലാം കേൾക്കണമല്ലേ. ഈ കേസുമായി ഇതിനെന്താ ബന്ധം? താൻ ആളെ ഉളാക്കാൻ നോക്കുക. തൻ്റെ ഈ സ്റ്റൈലൊക്കെ കൊണ്ടേ ഈ വക ടീമുകളെ പറ്റിക്കുക. പഠിപ്പുള്ളവരുടെ അടുത്തേക്ക് വരുത്. ഞാൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ആളാ. സോ ബി വിത്തിൻ യുവർ ലിമിറ്റ്സ്. സാറേ, വേറൊന്നും വിചാരിക്കരുത്. ഇത് ഇറ്റ്സ് ഓക്കെ. ഞാനൊന്ന് ഇറങ്ങാം.
അഭയ് ഒന്ന് എൻ്റെ കൂടെ വരട്ടെ. എനിക്കിവനോട് കേസിനെ പറ്റി കുറച്ച് സംസാരിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്. ജസ്റ്റ് ഡ്രൈവ് മാൻ. ഈ സാധനത്തിൻ്റെ AC ഒന്നും വർക്ക് ചെയ്യില്ലേ? മനുഷ്യനെ ചൂടെടുത്തിട്ട് ചെയ്യുക. എന്താടോ തനിക്ക് ആ കഥ പറയാത്തതിൻ്റെ ദേഷ്യമാണോ? എന്താ കേസിലെ ഡീറ്റെയിലൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? ഐ നോ ബേർഡ്സിലേക്കും. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞതല്ലേ? Now, let me make myself very clear to you. Firstly, ഞാനൊരു വക്കീലാണ്, നിന്റെ വേലക്കാരനല്ല. സെക്കൻഡ്ലി, ഒരു പെൺകുട്ടി നിന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. നിന്റെ ഈ ചെറിയ തലയിലെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. യു വിൽ റിയലൈസ് ദിസ് ഇസ് എ ബിഗ് മെസ്. നിന്നെ എനിക്ക് കുറച്ച് നേരത്തെ പരിചയമുള്ളൂ. ബട്ട് ഐ ക്യാൻ ടെൽ യു വോണ്ട് സർവൈവ് ജയിൽ. നീ എവിടുന്ന് ജീവനോടെ തിരിച്ചു വരില്ല. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്കേ പറ്റൂ. സോ യു ആർ അറ്റ് മൈ മേഴ്സി. ഞാൻ ഈ കേസിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കും. അതിനെല്ലാം നീ സത്യസന്ധമായി ഉത്തരം പറയും. മനസ്സിലായോ? ആ, ഗുഡ്. ഇനി പറ, ആ കുട്ടി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അച്ഛനിത് വെറും ഒരു ബിസിനസ് ഡീലാ. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണ് ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമായിട്ടല്ല. അത്രേ ഉള്ളൂ? ആ, പരിപാടികളെല്ലാം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കപ്പിൾ ഓഫ് ടൈംസോ? ആ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ഇഫ് യു ഹാഡ് സെക്സ്, അത് അവളുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിലും ഇറ്റ്സ് മൊളസ്റ്റിംഗ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം. അറിയാലോ, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്, ചെലവ് കൂടും. എന്നറിയിക്കോ? നീ